യഥോധർമ്മ തഥോ ജയ. ഭക്തസജ്ജനങ്ങളെ പ്രണാമം. തുടർന്ന് വരുന്ന മഹാഭാരത കഥകളിൽ കഴിഞ്ഞ ഭാഗത്ത് പ്രധാനമായും പറഞ്ഞു നിർത്തിയത് ലോമശ മഹർഷി തീർത്ഥാടനത്തിലായിരിക്കുന്ന പാണ്ഡവർക്ക് ഭഗീരഥ പ്രയത്നം നടത്തി ദേവഗംഗയെ ഭൂമിയിൽ ഒഴുകിക്കുന്ന ഭാഗമാണ് പ്രധാനമായും കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞത്. തീർത്ഥാടനത്തിലായിരിക്കുന്ന പാണ്ഡവർ ലോമശൻ്റെ നേതൃത്വത്തിൽ തുടർന്നും തീർത്ഥയാത്ര തുടരുക തന്നെ ചെയ്തു. തുടർന്ന് അവർ യാത്ര ചെയ്തത് പാപഭയം എപ്പോഴും മനസ്സിൽ ഇരിക്കുന്ന വ്യക്തികൾ അവരുടെ പാപഭാരം മാറ്റുന്നതിലേക്ക് വേണ്ടി സ്നാനം ചെയ്യുന്ന നന്ദ അപരനന്ദ എന്ന പുണ്യതീർത്ഥങ്ങൾ ആണ് അവർ സന്ദർശിച്ചത്. ഈ പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്തതിന് ശേഷം അവർ തുടർന്ന് ഹോമകുടം എന്ന പർവ്വതത്തിലെത്തി. ഈ പർവ്വതത്തിൻ്റെ സാനുക്കളിലും അനേകം ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾ മുൻകാലങ്ങളിൽ തപസ്സിൽ അധിവസിക്കുകയും ചെയ്തിരുന്നതിനാൽ അവിടെ നിന്ന് ലഭിക്കാവുന്ന പുണ്യങ്ങൾ ലഭിക്കട്ടെ എന്നുദ്ദേശിച്ച് ഹോമകുട പർവ്വതവും സന്ദർശിച്ചതിന് ശേഷം തുടർന്ന് അവർ കൗശികി നദീതീരത്തേക്ക് പോയി. ഈ കൗശികി നദീതീരത്താണ് മുൻയുഗത്തിൽ ശ്രേഷ്ഠ ലോകപ്രശസ്തനായ ഋഷിവര്യൻ വിശ്വാമിത്രൻ ദീർഘനാൾ തപസ്സനുഷ്ഠിച്ചിരുന്നു. വിശ്വാമിത്രൻ മാത്രമല്ല, ഈ കൗശികി നദീതീരത്ത് വിശ്വാമിത്ര ആശ്രമത്തിന് അല്പം അകലെയായി കാശ്യപാശ്രമവും സ്ഥിതി ചെയ്തിരുന്നു. ത്രേതായുഗത്തിലും കൃതായുഗത്തിലുമൊക്കെ ശ്രേഷ്ഠനായിരുന്ന കാശ്യപാശ്രമം ആണ് ഈ കാണുന്നത് എന്ന് യുധിഷ്ഠിരന് ലോമശ മഹർഷി പരിചയപ്പെടുത്തുകയും ഈ കാശ്യപൻ്റെ പൗത്രനാണ് ഋഷ്യശൃംഗൻ എന്നറിയിക്കുകയും ചെയ്തപ്പോൾ ഋഷ്യശൃംഗനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്ന താല്പര്യം ലോമശനോട് ധർമ്മപുത്രർ അറിയിക്കുകയും അതുപ്രകാരം ലോമശൻ ഋഷ്യശൃംഗൻ്റെ കഥ പറഞ്ഞു തുടങ്ങുകയും ചെയ്തു. കാശ്യപ മഹർഷിയുടെ പുത്രൻ വിഭാണ്ഡകനായിരുന്നു. വിഭാണ്ഡകൻ്റെ പുത്രനാണ് ഋഷ്യശൃംഗൻ. വിഭാണ്ഡകൻ ഈ കശ്യപാശ്രമത്തിൽ തപസ്സനുഷ്ഠിച്ച് വസിക്കുന്ന ആ കാലഘട്ടത്തിൽ ഈ പ്രദേശത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല. വനപ്രദേശവും ആയ ഈ കൗശികി നദീതീരത്ത് വിഭാണ്ഡകൻ തൻ്റെ പുത്രനെ ഒരു മനുഷ്യരെയും കാണിക്കാതെ തപസ്സും യാഗ ഹോമങ്ങളും മാത്രം പഠിപ്പിച്ച് വളർത്തുകയായിരുന്നു. വിഭാണ്ഡകൻ്റെ ആഗ്രഹം കശ്യപനെപ്പോലെയോ അതിനേക്കാൾ ശ്രേഷ്ഠനോ ആയ ഒരു ഋഷി ശ്രേഷ്ഠനാക്കിയെടുക്കണം ഋഷ്യശൃംഗൻ എന്നായിരുന്നു വിഭാണ്ഡകൻ്റെ ആഗ്രഹം. അതുപ്രകാരം മനുഷ്യർ എന്ന് പറയുന്ന ഒരു വർഗത്തെ സ്വന്തം പിതാവിനെയല്ലാതെ മറ്റാരെയും കാണാതെ വളർന്നു വന്ന ഋഷ്യശൃംഗൻ ഈ ആശ്രമാന്തരീക്ഷത്തിൽ ജീവിക്കുകയും ഹോമയാഗങ്ങൾ പഠിച്ച് അങ്ങനെ വളർന്ന് കുമാരനായി തീരുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ കൗശികി നദിയുടെ അക്കരെ ഭാഗത്ത് ഉൾക്കൊള്ളുന്ന രാജ്യം അംഗരാജ്യമായിരുന്നു. ഈ അംഗരാജ്യത്തിലെ അന്ന് ഭരണാധികാരി എന്ന് പറയുന്ന രാജാവ് ലോമപാദൻ എന്ന മഹാരാജാവായിരുന്നു. ലോമപാദൻ ആ രാജ്യത്തുണ്ടായിരുന്ന ഒരു ശ്രേഷ്ഠ ബ്രാഹ്മണനെ പറഞ്ഞു പറ്റിച്ചത് പ്രകാരം അംഗരാജ്യത്തുണ്ടായിരുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെല്ലാം അവിടെ നിന്ന് പിണങ്ങി മറ്റ് രാജ്യങ്ങളിലേക്ക് പോവുകയും ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ അവിടെ അകന്നുപോയപ്പോൾ അവിടെ
അംഗരാജ്യത്ത് വസിക്കുകയായിരുന്ന പല ആശ്രമങ്ങളിലും താമസിക്കുകയായിരുന്ന പല ഋഷിവര്യന്മാരും ആ പ്രദേശം വിട്ട് മറ്റു പ്രദേശങ്ങളിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ ഹോമങ്ങളും യാഗങ്ങളും എല്ലാം അംഗരാജ്യത്ത് മുടങ്ങുകയും അതുപ്രകാരം ഇന്ദ്രനും ലോമശനോട്, അതായത് ലോമവാദ മഹാരാജാവിനോട് പിണങ്ങുകയും ഇതുപ്രകാരം വർഷങ്ങളായി അംഗരാജ്യത്ത് മഴ ലഭിക്കാത്ത അവസ്ഥയുമുണ്ടായി. വർഷങ്ങൾ മഴ പെയ്യാതിരിക്കുമ്പോൾ കൊടിയ ദാരിദ്ര്യവും ദുഃഖവും കൃഷിനാശവും ഒക്കെ സംഭവിച്ച് അംഗരാജ്യത്തിൽ ജനങ്ങൾ വളരെയധികം കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ ലോമവാദ മഹാരാജാവ് ഇതിനെന്താണ് ഇനി ഒരു പരിഹാരം എന്ന് ആലോചിക്കുന്ന നിലയ്ക്ക് വേണ്ടി അയൽ ദേശങ്ങളിൽ പല ശ്രേഷ്ഠ ഋഷിവര്യന്മാരെയും കാണുകയും അവർ ഇപ്രകാരമെല്ലാം തിരിച്ചു പറഞ്ഞു. അല്ലയോ മഹാരാജാവേ, അങ്ങ് ബ്രാഹ്മണശ്രേഷ്ഠന്മാരെ പിണക്കി വിട്ടതിനാൽ എത്രയും പെട്ടെന്ന് ബ്രാഹ്മണശ്രേഷ്ഠന്മാരെ തൃപ്തിപ്പെടുത്തി രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുവരികയും മാത്രമല്ല, ഇത്രനാളും ബ്രാഹ്മണ ശാപത്താൽ മഴ ലഭിക്കാതിരുന്ന അങ്ങയുടെ രാജ്യത്ത് മഴ ലഭിക്കണമെങ്കിൽ മനുഷ്യരെ കണ്ടിട്ടില്ലാത്ത നിഷ്കളങ്കനും ശ്രേഷ്ഠനുമായ ഋഷികുമാരൻ ഋഷ്യശൃംഗൻ ഈ രാജ്യത്ത് കാല് കുത്തിയാൽ തന്നെ ഈ രാജ്യത്ത് മഴയുണ്ടാകും. അതാണ് ഇതിനേറ്റവും നല്ല പ്രതിവിധി എന്ന് മഹാരാജാവിനെ ഋഷിവര്യന്മാർ ഉപദേശിക്കുകയും ഇത് കേട്ട് രാജസഭ വിളിച്ചുകൂട്ടി എങ്ങനെയാണ് ഋഷ്യശൃംഗനെ അന്തരീക്ഷത്തിൽ നിന്നും ഈ രാജ്യത്തേക്ക് കൊണ്ടുവരിക എന്നാലോചിച്ചപ്പോൾ രാജസഭയിലുള്ള പ്രമുഖർ ഏതാനും സ്ത്രീരത്നങ്ങളെ അങ്ങോട്ടയച്ച് ഏതെങ്കിലും വിധേന ഋഷ്യശൃംഗനെ മോഹിപ്പിച്ച് ഈ നാട്ടിലെത്തിക്കാം എന്ന് അഭിപ്രായപ്പെടുകയും അതുപ്രകാരം മഹാരാജാവ് അനേകം യുവതികളെ വിളിച്ചു വരുത്തി ഈ ദൗത്യം ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ വിഭാണ്ഡകൻ്റെ ശാപം ഭയന്ന് സ്ത്രീകളൊന്നും അങ്ങോട്ട് പോകാൻ തയ്യാറാവാതിരിക്കുകയും എന്നാൽ ഒരു വൃദ്ധയായ സ്ത്രീ ഈ ദൗത്യം ഏറ്റെടുക്കാമെന്ന് മഹാരാജാവിനോട് ഏൽക്കുകയും അവർ പറഞ്ഞത് പ്രകാരം 2 പാഴ്വഞ്ചികൾ കൂട്ടിക്കെട്ടി ഒരു ചങ്ങാടമുണ്ടാക്കി അതിനകത്ത് കൃത്രിമമായ ഒരു ആശ്രമവും നിർമ്മിച്ച് അവർ പറഞ്ഞ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് മഹാരാജാവ് ആ ദൗത്യം ആ വൃദ്ധ സ്ത്രീയെ ഏൽപ്പിച്ചു. അവർ സുന്ദരിയായ സ്വന്തം പുത്രിയെയും ആ പുത്രിയുടെ ഏതാനും കൂട്ടുകാരെയും കൂട്ടി അങ്ങ് വിഭാണ്ഡകൻ്റെ ആശ്രമം സ്ഥിതി ചെയ്യുന്ന മറ്റ് മനുഷ്യവാസമൊന്നുമില്ലാത്ത ആ പ്രദേശത്തേക്ക് വള്ളം തുഴഞ്ഞ് ആ ആശ്രമത്തിനടുത്തുള്ള സ്ഥലത്ത് എത്തുകയും വിഭാണ്ഡകൻ ഇല്ലാത്ത സമയം നോക്കിയിരുന്ന് ആ സമയത്ത് ഋഷ്യശൃംഗൻ്റെ അടുത്തേക്ക് സ്വന്തം പുത്രിയെ പറഞ്ഞയക്കുകയും ചെയ്തു. വളരെ തേജോമയിയായ ആ തരുണിമണി ഒരു ഋഷി യുവതിയുടെ വേഷങ്ങളെല്ലാം ധരിച്ച് വളരെ അണിഞ്ഞൊരുങ്ങി ആണ് ഋഷ്യശൃംഗൻ്റെ മുന്നിലെത്തിയത്. ഇന്നേ വരെ തൻ്റെ പിതാവിനെയല്ലാതെ മറ്റ് മനുഷ്യരെ ആരും കണ്ടിട്ടില്ലാതിരുന്ന ഋഷ്യശൃംഗൻ കണ്ട ഈ മനുഷ്യരാണ് എന്ന് മനസ്സിലായില്ലെങ്കിലും ഋഷ്യശൃംഗൻ്റെ അടുത്തെത്തിയ തരുണിമണി ഋഷ്യശൃംഗനെ ആകർഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വളരെ ശ്രേഷ്ഠമായ പലഹാരങ്ങൾ ഋഷ്യശൃംഗന് നൽകുകയും ഋഷ്യശൃംഗനെ അടുത്തേക്ക് വിളിച്ച് ഗാഠം പുണരുകയും ആ തരുണി കൊണ്ടുവന്ന ഒരു പന്തെടുത്ത് മുകളിലോട്ടിട്ട് തട്ടിക്കളിച്ച് കാണിച്ചു കൊടുക്കുകയും ഇതൊക്കെ കണ്ട ഋഷ്യശൃംഗന് താൻ ഏതോ ദിവ്യമായ ലോകത്ത് അകപ്പെട്ടിരിക്കുന്നു എന്ന ഒരു അവസ്ഥ അനുഭവപ്പെടുകയും തറയിലേക്ക് വീഴുന്ന പന്തിങ്ങനെ താനെ മുകളിലേക്ക് വീഴുന്നതൊക്കെ കണ്ടപ്പോൾ ഇതെന്ത് അത്ഭുതമാണ് നടക്കുന്നത് എന്ന് ഋഷ്യശൃംഗന് തോന്നുകയും എന്നാൽ വളരെ മാധുര്യമായ രീതിയിലുള്ള ആ തരുണിയുടെ സംസാരവും പെരുമാറ്റവും കൂടെ കൂടെ ഋഷ്യശൃംഗനെ ഗാഠം ഇങ്ങനെ പുണരുകയും സ്നേഹമയമായ വളരെ സൗഹാർദ്ദ രൂപത്തിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്ത് സമയം കഴിച്ചു കൂട്ടുകയും എന്നാൽ
വിഭാണ്ഡകൻ അവിടെ എത്തുന്നതിന് മുമ്പ് അവിടെ നിന്ന് പോകണമെന്ന ഉദ്ദേശത്തോടു കൂടി തൻ്റെ ആശ്രമത്തിൽ അഗ്നിഹോത്രത്തിന് സമയമായെന്നും താൻ തൻ്റെ ആശ്രമത്തിലേക്ക് തിരിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞ് ഋഷ്യശൃംഖനെ ആകർഷിക്കത്തക്ക രീതിയിൽ വീണ്ടും വീണ്ടും ഋഷ്യശൃംഖനെ നോക്കി അങ്ങനെ തിരിച്ച് ആ ചങ്ങാടം കിടക്കുന്ന ഭാഗത്തേക്ക് ആ തരുണിമണി പോവുകയും ഈ ഏത് അത്ഭുത ലോകത്താണ് ഞാൻ അകപ്പെട്ടത് എന്നറിയാതെ നോക്കിയിരിക്കുകയായിരുന്ന ഋഷ്യശൃംഖൻ ആ തരുണിയുടെ അപ്പോഴത്തെ താൽക്കാലികമാണ് ആ വേർപാടെങ്കിലും ആ വേർപാടിൽ ദുഃഖിതനായി അന്നത്തെ ഹോമത്തിനുള്ള ഒരുക്കങ്ങളും ചെയ്യാതെ അങ്ങനെ നോക്കിയിരിക്കുകയും ചെയ്ത സമയത്ത് വിഭാണ്ഡകൻ ആശ്രമത്തിലെത്തുകയും തൻ്റെ പുത്രൻ ഇങ്ങനെ അലക്ഷ്യമായിരിക്കുന്നത് കണ്ട് മകനെ എന്താണ് പറ്റിയത്? ഈ ആശ്രമാന്തരീക്ഷം ഇത്രമാത്രം കലുഷമായി കിടക്കുന്നത് എന്താണ്? നീ എന്താണ് നമുക്ക് വൈകുന്നേരത്തെ പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊന്നും തയ്യാറാക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ, അലയോ പിതാവേ, ഈ ആശ്രമത്തിൽ ഇന്നൊരു മുനികുമാരൻ വന്നിരുന്നു. ആ മുനികുമാരൻ വളരെ അത്ഭുതകരമായ വേഷവിധാനത്തോടു കൂടിയാണ് അവിടെ എത്തിയത്. വളരെ മാധുര്യമായ രീതിയിൽ സംസാരിക്കുകയും വളരെ മനോഹരമായ രീതിയിൽ പെരുമാറുകയും കൂടെ എന്നെ പുണരുകയും എന്നോട് സ്നേഹമായി സംസാരിക്കുകയും ചെയ്തപ്പോൾ കുയിൽനാദമാണോ ആ കുമാരൻ പുറപ്പെടുവിക്കുന്നത് എന്നെനിക്ക് തോന്നിപ്പോയി. ആ കുമാരൻ എന്നിൽ നിന്നും വ്യത്യസ്തമായി കഴുത്തിലണിഞ്ഞിരിക്കുന്ന മാല സ്വർണം കൊണ്ടുള്ളതാണ്. അരയിലുള്ള ഒട്ടിയാണവും സ്വർണം ഉള്ളതാണ്. എന്തിനേറെ പറയുന്നു, കഴുത്തിന് താഴെ വലിയ മുഴകളുള്ള ആ കുമാരൻ ഏതോ ആശ്രമത്തിലുള്ള ആണ് എന്ന് എന്നോട് പറഞ്ഞു. എനിക്കും ആ കുമാരനോടൊപ്പം ആ കുമാരൻ്റെ ആശ്രമത്തിൽ പോയി ആ ആശ്രമത്തിലെ അന്തരീക്ഷത്തിൽ ജീവിക്കുകയും യാഗവും ഹോമവും ഒക്കെ നടത്തുകയും ചെയ്യണമെന്നാണ് ആഗ്രഹം. പിതാവേ, അങ്ങ് അതിന് എന്നെ അനുവദിച്ചാലും എന്ന്. ഇത് കേട്ട വിഭാണ്ഡകന് മനസ്സിലായി, ഇവിടെ ഏതോ മനുഷ്യനെത്തിയിരിക്കുന്നു, അത് പുരുഷനല്ല സ്ത്രീയാണ് എന്ന് മനസ്സിലാക്കി. എന്നിട്ട് പുത്രനോട് ഇപ്രകാരം പറഞ്ഞു, അലയോ പുത്ര, ഋഷിശ്രേഷ്ഠന്മാരുടെ ഋഷി തപസ്സിനെ ഭംഗം വരുത്തുന്ന നിലയ്ക്ക് വേണ്ടി പല അസുരന്മാരും പല വേഷങ്ങളിൽ ഭൂമിയിലെത്താറുണ്ട്. അങ്ങനെ എത്തിയ ഏതോ അസുരൻ ദിവ്യമായ രൂപത്തിൽ നിന്നെ വന്ന് ഭ്രമിപ്പിച്ചതാണ്. നിൻ്റെ തപശക്തി കുറയ്ക്കുന്നതിനും നിൻ്റെ തപസ്സിലുള്ള ആസക്തി നശിപ്പിക്കുന്നതിലേക്കും വേണ്ടി പ്രയത്നിക്കുന്ന ആ അസുരന്മാരുടെ പ്രവൃത്തിയിൽ നീ ഒഴുകിച്ചേരാതെ നീ അതിനെ മറന്നേക്കൂ, നമ്മുടെ നിത്യകർമ്മങ്ങളിലേക്ക് മുഴുകാം എന്ന് പുത്രനെ അറിയിച്ച് ആ ദിവസം അങ്ങ് കടന്നുപോയി. എങ്കിലും വിഭാണ്ഡകൻ വനത്തിലെ ചുറ്റുമുള്ള പ്രദേശത്തെല്ലാം മറ്റേതെങ്കിലും മനുഷ്യരെത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യാതിരുന്നില്ല. ദിവസങ്ങൾ 1-2 വീണ്ടും കഴിഞ്ഞു. വിഭാണ്ഡകൻ ഒരു നാൾ ഫലമൂലാദികൾ ശേഖരിക്കുന്നതിലേക്ക് വേണ്ടി വനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോയ സമയത്ത് വീണ്ടും ആ തരുണിമണി ഋഷ്യശൃംഖൻ്റെ അടുത്തെത്തി. ഋഷ്യശൃംഖനെ കണ്ട മാത്രയിൽ തന്നെ ഋഷ്യശൃംഖൻ ആ തരുണിയോട് പറഞ്ഞു, അല്ലയോ മുനികുമാര, ഞാനും നിൻ്റെ ആശ്രമത്തിലേക്ക് വരുന്നു. നിൻ്റെ ആശ്രമത്തിൻ്റെ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ എനിക്ക് വളരെയധികം താല്പര്യം തോന്നുന്നു. എന്നെയും കൂട്ടിക്കൊണ്ടുപോയാലും എന്ന് പറയുകയും ഇത് അല്പവും മടികൂടാതെ ആ തരുണി ഋഷ്യശൃംഖനെയും കൂട്ടി ആ ചങ്ങാടത്തിലേക്ക് പോവുകയും ഋഷ്യശൃംഖൻ ചങ്ങാടത്തിൽ കയറി എന്ന് ബോധ്യമായ ഉടൻ തന്നെ ചങ്ങാടം അഴിച്ചുവിട്ട് അങ്ങനെ അംഗരാജ്യത്തെ ലക്ഷ്യമാക്കി തുഴഞ്ഞു നീങ്ങുകയും ചെയ്തു. ഈ ചങ്ങാടത്തിൽ ആ തരുണിയോടൊപ്പം മറ്റ് ഏതാനും തരുണിമണികൾ ഉണ്ടായിരിക്കുകയും ചെയ്തപ്പോൾ താൻ ഏതോ സുരലോകത്ത് എത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് ഋഷ്യശൃംഖന് തോന്നിയത്. എന്നാൽ വിനാഴികകൾ കഴിഞ്ഞപ്പോൾ ആ വള്ളം തുഴഞ്ഞ് അംഗരാജ്യത്ത് എത്തുകയും ആ ചങ്ങാടത്തിൽ നിന്ന് ഋഷ്യശൃംഖൻ അംഗരാജ്യത്തിലേക്ക് കാലെടുത്ത് കുത്തിയതും അംഗരാജ്യത്ത് ഉടൻ തന്നെ മഴ പെയ്യുകയും ചെയ്തു. അംഗരാജ്യത്തിലെ ജനങ്ങളുടെയും മഹാരാജാവിൻ്റെയും സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. വർഷങ്ങളായി മഴ പെയ്യാതെ കിടന്ന ആ രാജ്യത്ത് ഋഷ്യശൃംഖൻ്റെ പാദസ്പർശമേറ്റപ്പോൾ തന്നെ അതിവിശാലമായ മഴ ലഭിക്കുകയും തുടർന്നും മഴകൾ ഉണ്ടാവുകയും ചെയ്തു. മഹാരാജാവ് ഋഷ്യശൃംഖനെ ഇനി അവിടെ നിന്ന് പറഞ്ഞയക്കാതിരിക്കാൻ വേണ്ടി
തൻ്റെ പുത്രിയായ ശാന്തയെ ഋഷ്യശൃംഗന് വിവാഹം കഴിച്ചു കൊടുത്ത് കൊട്ടാരത്തിൽ തന്നെ വസിപ്പിക്കുകയാണ് ചെയ്തത്. എന്നാൽ ലോമപാത മഹാരാജാവിനൊരു ഭയമുണ്ടായിരുന്നു. വിഭാണ്ഡകൻ തൻ്റെ പുത്രനെ തേടി രാജ്യത്ത് വരുമെന്നും അദ്ദേഹത്തിന് കോപമുണ്ടായാൽ അത് രാജ്യത്തിന് തന്നെ നാശം സംഭവിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിയ ലോമപാതൻ ആ രാജ്യത്തിലുള്ള സർവ്വജനങ്ങളെയും പെരുമ്പറ കൊട്ടി അറിയിച്ചു, ഇവിടെ ഋഷിശ്രേഷ്ഠനായ വിഭാണ്ഡകൻ എത്തുകയാണെങ്കിൽ എവിടെ എത്തിയാലും ആരും ഈ രാജ്യം മുഴുവനും ഋഷ്യശൃംഗൻ്റെ വകയാണെന്നും എന്ത് കണ്ട് ഇതാരുടേതാണെന്ന് ചോദിച്ചാലും അതെല്ലാം ഋഷ്യശൃംഗൻ്റെ ആണെന്ന് പറയുകയും ആ ഋഷിവര്യനെ വളരെ ആദരവോടുകൂടി എല്ലാവരും വണങ്ങുകയും സ്വീകരിക്കുകയും ചെയ്യണം എന്ന് പെരുമ്പറയാൽ എല്ലാ ജനങ്ങളെയും അറിയിച്ചിരുന്നു. ലോമപാതൻ വിചാരിച്ചതുപോലെ തന്നെ തിരിച്ചെത്തിയ വിഭാണ്ഡകൻ തൻ്റെ പുത്രനെ കാണാതിരുന്നപ്പോൾ ആരോ ഇവിടെ കടന്നു വന്നുവെന്നും തൻ്റെ പുത്രനെ ആരോ അപഹരിച്ചു കൊണ്ടുപോയിരിക്കുന്നു എന്നും ആ പുത്രനെ അപഹരിച്ചവൻ്റെ വംശനാശം വരുത്തുന്നവാൻ ഞാൻ തയ്യാറാവും എന്ന് പറഞ്ഞ് എവിടേക്കാണ് പുത്രൻ പോയതെന്ന് അന്വേഷിച്ച് ഇങ്ങനെ പല ഭാഗത്തും അന്വേഷിച്ച് നടന്നു. പല ഭാഗത്തും അന്വേഷിച്ചതിന് ശേഷം അവസാനം അംഗരാജ്യത്തെത്തി. അംഗരാജ്യത്തെത്തിയ വിഭാണ്ഡകൻ ഒരു ഗോശാലയിൽ ഒരു സന്ധ്യാസമയത്ത് എത്തുകയും ആ ഗോശാലയിൽ വന്ന് കയറിയ വിഭാണ്ഡകനെ ആ ഗോശാലയിലുണ്ടായിരുന്ന ഗോസംരക്ഷകരെല്ലാവരും വളരെ സ്നേഹാദരവോടുകൂടി വിഭാണ്ഡകനെ സ്വീകരിക്കുകയും ഫലമൂലാദികൾ കൊടുത്ത് സന്തുഷ്ടനാക്കി അന്നേ ദിവസം രാത്രി ആ ഗോശാലയിൽ തന്നെ വസിക്കാനിടയാവുകയും പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്ന് പോകാൻ സമയത്ത് വിഭാണ്ഡകൻ ആ ഗോശാല സംരക്ഷകരോട് ചോദിച്ചു, ഈ ഗോശാല ആരുടെ വകയാണ് എന്ന്. അപ്പോൾ ഈ ഗോശാല ഋഷ്യശൃംഗൻ എന്ന മുനികുമാരൻ്റേതാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ട വിഭാണ്ഡകൻ അവിടെ നിന്ന് പോയ വീണ്ടും വീണ്ടും യാത്ര ചെയ്ത പല പ്രദേശങ്ങളിലും എവിടെയെല്ലാം പോയി വിഭാണ്ഡകൻ ആരെയൊക്കെ കണ്ടിട്ടുണ്ടോ അവരെല്ലാവരും വളരെ സ്നേഹാദരവോടുകൂടി വിഭാണ്ഡകനെ സ്വീകരിക്കുകയും അവരെല്ലാവരും ആരുടെ തൊഴിലാളിയാണെന്ന് ചോദിച്ചാൽ അത് ഋഷ്യശൃംഗൻ്റെ തൊഴിലാളിയാണെന്ന് അറിയിക്കുകയും ഇതാരുടെ സ്ഥാപനമാണെന്ന് ചോദിച്ചാൽ അത് ഋഷ്യശൃംഗൻ്റെ വകയാണെന്ന് പറയുകയും അങ്ങനെ എല്ലാം ഋഷ്യശൃംഗൻ്റെയാണെന്നറിഞ്ഞ വിഭാണ്ഡകൻ തൻ്റെ ഉള്ളിലെ കോപം ശമിക്കുകയും തൻ്റെ പുത്രൻ ഇവിടെ മഹാരാജാവിൻ്റെ പുത്രിയെ വിവാഹം കഴിച്ച് ഈ രാജ്യത്തെ തന്നെ സ്വന്തമാക്കി സന്തുഷ്ടനായി ജീവിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ വിഭാണ്ഡകൻ നൂരെ രാജകൊട്ടാരത്തിൽ തന്നെ എത്തുകയും രാജകൊട്ടാരത്തിൽ എത്തിച്ചേർന്ന വിഭാണ്ഡകനെ ഋഷ്യശൃംഗൻ വളരെ സ്നേഹാദരങ്ങളോടുകൂടി കുമ്പിട്ട് ആദരിച്ച് വിനയപൂർവ്വം കൊട്ടാരത്തിൽ ആനയിച്ച് സ്വീകരിച്ച് അവിടെ പാർപ്പിക്കുകയും സന്തുഷ്ടനായി തീർന്ന വിഭാണ്ഡകൻ തൻ്റെ പുത്രനോട്, അല്ലയോ ഋഷ്യശൃംഗ, പ്രിയപുത്ര, നീ ഈ മഹാരാജാവിൻ്റെ ഇഷ്ടപ്രകാരം മഹാരാജാവിൻ്റെ പുത്രിക്ക് ഒരു പുത്രനുണ്ടാകുന്നത് വരെ സന്തുഷ്ടമായി കൊട്ടാരത്തിൽ കഴിയുകയും മഹാരാജാവിൻ്റെ ഇംഗിതങ്ങൾ നടപ്പിലാക്കി കൊടുക്കുകയും ചെയ്യണം. അതിനുശേഷം നീ വീണ്ടും നമ്മുടെ ആശ്രമത്തിലേക്ക് തിരിച്ചു വന്ന് ആശ്രമാന്തരീക്ഷത്തിൽ ജീവിക്കുകയും യാഗഹോമങ്ങളും നിൻ്റെ തപസ്സും നീ തുടരണം എന്നറിയിക്കുകയും ചെയ്തു. ഇത് ഋഷ്യശൃംഗൻ സമ്മതിക്കുകയും അതുപ്രകാരം വിഭാണ്ഡകൻ അവിടെ നിന്ന് സ്വന്തം ആശ്രമത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. തുടർന്ന് ഋഷ്യശൃംഗൻ ആ അംഗരാജ്യത്ത് തന്നെ തൽക്കാലം തുടരുകയാണ് ഉണ്ടായത്. പ്രിയ സജ്ജനങ്ങളെ, ഈ ഭാഗം ഞാനിന്നിവിടെ നിർത്തുന്നു. ഋഷ്യശൃംഗൻ്റെ ശ്രേഷ്ഠമായ കഥ ചുരുക്കി ഞാനിവിടെ പ്രതിപാദിച്ചു. തുടർന്ന് പാണ്ഡവരുടെ തീർത്ഥയാത്ര തുടരുന്നതും മറ്റ് ഭാഗങ്ങളും തുടർഭാഗങ്ങളിൽ പ്രതിപാദിക്കാം. തൽക്കാലം നിർത്തട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.